പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. 4 മണിക്കൂറോളം നീണ്ട ചർച്ചകൾക്കും വോട്ടെടുപ്പിനുമൊടുവിൽ വഖഫ് ബിൽ ലോക്സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ ഭേദഗതികൾ തള്ളിയാണ് ബിൽ പാസാക്കിയത്. ബില്ലിനെ അനുകൂലിച്ച് 288 അംഗങ്ങൾ വോട്ട് ചെയ്തപ്പോൾ 232 അംഗങ്ങൾ എതിർത്തു. NK പ്രേമചന്ദ്രൻ, ഗൗരവ് ഗൊഗോയ്, KC വേണുഗോപാൽ, മുഹമ്മദ് ജാവേദ്, അസസുദ്ദീൻ OYC, K രാധാകൃഷ്ണൻ, ET മുഹമ്മദ് ബഷീർ അടക്കമുള്ളവർ മുന്നോട്ട് വെച്ച ഭേദഗതികൾ ശബ്ദ വോട്ടോടെ തള്ളി. ഇതോടെ ബിൽ ലോക്സഭ കടന്നു. രാജ്യസഭയിലും കൂടി പാസാക്കിയ ശേഷം രാഷ്ട്രപതി കൂടി ഒപ്പുവെച്ചാൽ വഖഫ് നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരും. മികച്ച ചർച്ചയാണ് ഉണ്ടായതെന്ന കേന്ദ്ര പാർലമെന്റ് കാര്യമന്ത്രി കിരൺ റിജിജു മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. എല്ലാവരും അവരവരുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. വഖഫ് സ്വത്തുകൾ നിയമവിധേയമാക്കുകയാണ് ലക്ഷ്യം. ബിൽ മുസ്ലിം വിരുദ്ധമല്ല. ട്രിബ്യൂണലിന്റെ നിരവധി കേസുകൾ നിലവിലുണ്ട്. ഇതിനെല്ലാം പുതിയ ബില്ലിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്നും കിരൺ റിജിജു പറഞ്ഞു. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടതെന്നും തെറ്റായ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നും കിരൺ റിജിജു പറഞ്ഞു. കൃത്യമായ തെളിവുകളില്ലാതെ ബിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നത് ശരിയല്ല. ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് തെളിവുണ്ടാകണമെന്നും കിരൺ റിജിജു പറഞ്ഞു. രാജ്യത്തെ വിഭജിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. 6 ന്യൂനപക്ഷങ്ങൾ രാജ്യത്തുണ്ട്. പാഴ്സിയാണ് ഏറ്റവും ചെറിയ കമ്മ്യൂണിറ്റി. അവരെ നിങ്ങൾ കാണുന്നില്ലയോ എന്ന് പ്രതിപക്ഷത്തോട് കേന്ദ്രമന്ത്രി ചോദിച്ചു. മോദി സർക്കാർ ഇവരെ കാണുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് ഹിന്ദുസ്ഥാനിൽ ലഭിക്കുന്ന സുരക്ഷ ലോകത്തൊരിടത്തും ലഭിക്കുന്നില്ല. മുഴുവൻ MPമാരും ബില്ലിനെ പിന്തുണയ്ക്കണമെന്നും കിരൺ റിജിജു ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.